കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. And the woman said to Elijah, now I know that you are a man of God. Now I know that you are a man of God. Hallelujah. നീ ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ അറിയുന്നു. നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ ആരാധിക്കാനാണ് നാം ഭവനത്തിൽ നിന്ന് ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് പ്രയാസപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാ ഇരിക്കുന്നത്? നമുക്കറിയത്തില്ല നാളെ നമുക്ക് ഈ അടുത്ത ഞായറാഴ്ച നമുക്ക് വരാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. മറന്നു പോകരുത് നമ്മൾ. എപ്പോഴാണ് പ്രഷറൊക്കെ കൂടി, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, പ്രഷറൊക്കെ കൂടി എപ്പോഴാണ് കാറ്റ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം കിട്ടുന്ന സമയം തക്കത്തിന് ദൈവത്തെ ആരാധിച്ചോണം, ദൈവത്തിന് മഹത്വം കൊടുത്തോണം. We don't know when this life is going to finish. Hallelujah. നമുക്കറിയത്തില്ല. So whenever you get a time to praise and worship His holy name from your heart, give thanks to the Lord. സങ്കീർത്തനക്കാരൻ നമ്മൾ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്, എന്തായിരുന്നു അത് വാക്യം? Why I want to came out from the slavery, why I want to came out from the prison, because I need to thanks to the Lord, because His loving kindness and mercy towards to me. എത്ര ദൈവത്തിന്റെ കരുണയും കൃപയും നിങ്ങളുടെ മേൽ പകർത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു യോഗ്യതയുമില്ലാത്ത എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വിശ്വസ്തത പകർന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ഉയർത്താതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവന്റെ നാമത്തെ ഉയർത്താതെ ഇവിടുന്ന് എനിക്ക് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ നാവിന്മേലുള്ളതെല്ലാം സത്യമെന്ന് ഞാൻ അറിയുന്നു. ശരിയല്ലേ? എത്രയോ ദൈവദാസന്മാർ നമ്മളോട് വചനത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ജീവനോടൊക്കെ ഇരിക്കുന്നത്. മറന്നു പോകരുത്. ഇവിടെ കേട്ട ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചലിപ്പിച്ചിട്ടുണ്ട്, ചലനം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ അനുഭവമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ വായിൽ നിന്ന് വന്ന വചനം സത്യമാണെന്ന് ഞാൻ അറിയുന്നു. കാരണം നീ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകൻ ഈ വാക്ക് ഈ സഹോദരനിൽ കേൾക്കാൻ കാരണം വലിയൊരു, സങ്കീർത്തനക്കാരൻ വായിച്ചതുപോലെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പുള്ളി അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രിസണിൽ നിന്ന്, ഈ കാരാഗൃഹത്തിൽ നിന്ന് ദൈവമേ നീ എന്നെ വിടുവിച്ചാൽ ഞാൻ നിന്റെ നാമത്തിന് മഹത്വം കരേറ്റും. നോക്കിക്കേ, അത് കാണണമെങ്കിൽ അതിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. 17:7. എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. നമുക്കറിയാം ആ ചരിത്രമൊക്കെ. പ്രവാചകനെ അല്ല കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കർത്താവ് വിട്ടതാ അല്ലേ? എന്നാൽ കെരീത്ത് തോട് എന്ത് ചെയ്തു? വറ്റിപ്പോയി. നമ്മുടെയൊക്കെ ഈ ലോകത്തിൽ കാണുന്ന ബ്ലെസ്സിങ്ങും അനുഗ്രഹങ്ങളും ഒക്കെ പറ്റിപ്പോകാനും വറ്റിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളപ്പോൾ
അവിടെ നിന്ന് പിറുപിറുത്തുകൊണ്ട് ദൈവസ്ഥനിൽ മാറിപ്പോവുകയല്ല, ദൈവ ശബ്ദം കേൾക്കണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രശ്നത്തിന് നടുവിൽ, ഈ ഒറ്റപ്പെടൽ നടുവിൽ എന്താണ് ഈ കെരീത്തിൽ വച്ച് ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത്? ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ അവിടെ നിന്ന് പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കണം, ഇതിന്റെ നടുവിൽ എന്താണ് ദൈവത്തിന്റെ പ്ലാൻ എന്നെ പറ്റി, എന്റെ കുടുംബത്തെ പറ്റി? കെരീത്ത് പറ്റിപ്പോയാലും, വിധവ ചത്തുപോയാലും, ദേശം ഫലം തന്നില്ലെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പതറിപ്പോയില്ല. ഉറച്ച പ്രവാചകൻ അല്ലേ? ഞാൻ പറയാതെ മഴ പെയ്യില്ല, ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല. അതാണ് അഭിഷേകത്തിന്റെ ശക്തി, അതാണ് വാക്കിന്റെ ശക്തി. ഹല്ലേലൂയ. പെയ്തില്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ അവൻ ചെന്നിടത്ത് കെരീത്ത് പറ്റിപ്പോയി, കാക്ക വരാതായി, എല്ലാം പ്രതിസന്ധിയായി, എല്ലാം പ്രശ്നമായി, എല്ലാം ഒറ്റപ്പെടലായി, മുന്നോട്ട് പോകുവാൻ യാതൊരു സാധ്യതയുമില്ല. നോക്കുന്നവർ മുഴുവൻ വിരൽ ചൂണ്ടുന്നു. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഭക്തൻ പറയുക, കെരീത്തിന്റെ അനുഭവത്തിൽ ഞാൻ എത്തിയാലും നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. അടുത്തത് എങ്ങോട്ടാ എന്റെ അപ്പോയിന്റ്മെന്റ്? ലോർഡ്, വേർ ഐ നീഡ് ടു ഗോ, പ്ലീസ് ടെൽ മീ. Hallelujah. Where I need to go. This situation is like a desert. This situation is like a Red Sea. This situation is like a എന്താ പറയുക, പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. Where I should go next, please tell me, Lord. നീ പറയുന്നിടത്ത് പോകാൻ ഞാൻ തയ്യാറാ. നീ പറഞ്ഞാട്ട് എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ഞാൻ 8 വാക്യം വായിച്ചു മോനെ. 8:17. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്താ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിന് പോയി. നോക്കിക്കേ, നിന്നെ വിളിച്ച ദൈവം കെരീത്തിലിട്ടേച്ച് കടന്നു പോകുന്ന ദൈവമല്ല. വെള്ളം അല്പം പോലുമില്ല, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട ദൈവ പൈതലേ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കാക്കയെ അവൻ ഒരുക്കിയെങ്കിൽ, ആരെയും സഹായിക്കാത്ത, കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന കാക്കയെ നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയെങ്കിൽ, നിനക്ക് വേണ്ടി അടുത്ത പദ്ധതി അവൻ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ ഒരു മിനിറ്റ് നമ്മൾ നിൽക്കണം. എപ്പോൾ? കെരീത്ത് പറ്റിപ്പോയപ്പോൾ ദൈവ ശബ്ദം കേൾക്കാൻ കാതു കൊടുത്തു. നമ്മളാണെങ്കിൽ പിറുപിറുക്കും. പക്ഷെ കെരീത്ത് പറ്റിയപ്പോൾ പ്രതിസന്ധിയും പ്രശ്നങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും കടന്നു വരുമ്പോൾ ഇരുന്നു പോകാനല്ല, നിരാശപ്പെട്ടു പോകാനല്ല, for the glory of God. ഇരുത്താൻ പിശാച് നോക്കുന്നത്. നിന്നെ ഇരുത്താൻ, നിന്നെ കടത്താൻ, നിന്നെ പൊക്കരുതെന്നാണ് ശത്രുവിന്റെ പദ്ധതി. പക്ഷെ കർത്താവ് പറയുന്നു, നീ എഴുന്നേൽക്കാൻ, നീ എഴുന്നേൽക്കണം. നീ ഇരുന്ന് പോകേണ്ടിവനല്ല, നീ ഇരുന്ന് പോകേണ്ടിവളല്ല, നീ ഇരുന്ന് പോകേണ്ടിവനല്ല. വിശ്വസിക്കുന്നവർ മാത്രം വചനം ഏറ്റെടുക്കുന്നെങ്കിൽ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏലിയാവേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്പെഷ്യലായിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഏലിയാവ് തിരിച്ചു പറഞ്ഞില്ല, അയ്യോ ഞാൻ പറഞ്ഞത് കൊണ്ട് മഴ നിന്നതാ, കാറ്റ് നിന്നതാ, പ്രതിസന്ധിയൊക്കെ നിന്നതാ, നിനക്ക് എന്നോട് എന്താ ദയ തോന്നാത്തത്? കെരീത്തും പറ്റിപ്പോയല്ലോ, ഹല്ലേലൂയ എന്ന് ചോദിച്ചില്ലവൻ.
അവൻ ദൈവ ശബ്ദത്തിന് കാതോർത്തു. ദൈവവൈതലേ, നീ കടന്നു പോകുന്നത് പ്രതിസന്ധിയുടെ ഘട്ടമാണെങ്കിൽ, പ്രയാസത്തിന്റെ ഘട്ടമാണെങ്കിൽ, കണ്ണുനീരിന്റെ ഘട്ടമാണെങ്കിൽ, ദൈവ ശബ്ദത്തിന് കാതോർക്കാൻ ദൈവാത്മാവ് ആലോചന പറയുക. ദൈവ ശബ്ദത്തിന് കാതോർക്കാൻ ദൈവാത്മാവ് ആലോചന പറയുക. വിശ്വസിക്കുന്നവർ കരകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവാത്മാവ് ചിലരോട് വ്യക്തമായ ആലോചന പറയുക. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടിയാലും പരിശുദ്ധാത്മാവിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് കിളിർത്തു വരും. ദൈവവേദന നീ വെട്ടപ്പെട്ട അവസ്ഥയിലാണ്, കിളിക്കാത്ത അവസ്ഥയിലാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിന്റെ മേൽ നാമ്പ് വന്ന്, നിന്റെ മേൽ കിളിർപ്പ് തന്ന്, നിന്റെ ഒരു വടവൃക്ഷമാക്കി അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന ഇടപെടുകയാണ്. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ കെരീത്തിൽ കടന്നു പോകരുത്, കെരീത്തിൽ നീ വീണ് പോകരുത്, കെരീത്തിൽ പെട്ടുപോകരുത്. എന്ത് ചെയ്യണം? നീ എഴുന്നേൽക്കണം. യു ഷുഡ് അറൈസ്. നീ വീണെടുത്ത് നിന്ന് എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. വീണിട്ടുള്ളവർ എഴുന്നേറ്റാ മതി. ഹല്ലേലൂയ. വീണെടുത്ത് നിന്ന് എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ദൈവത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കണം. എവിടെയാണോ വീണത് അവിടുന്ന് എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫത്തിലേക്ക് ചെന്ന് അവിടെ. അപ്പോൾ നീ എഴുന്നേറ്റിട്ട് അവിടെ ഇടാനല്ല, നീ എഴുന്നേറ്റ് എവിടെ ചെല്ലണം? സരഫത്തിൽ ചെല്ലണം. ഞാൻ അടുത്ത പ്രൊവിഷൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത പ്രൊവിഷൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നീ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് പുലർത്തുന്നത് മണി ബാങ്കും ബാലൻസും പരിപാടി ഒന്നും കണ്ടിട്ടല്ല. നമ്മളാണെങ്കിൽ നമുക്ക് അവരൊരു സപ്പോർട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും, അല്ലേ? പക്ഷെ കർത്താവ് പുലർത്തുന്നത് അങ്ങനെയല്ല. ഒന്നുമില്ലാത്തടത്തുനിന്നാണ് കർത്താവ് പുലർത്തുന്നത്. ഒരു വിധവയാണ് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ഒരുക്കിയത്. ഹല്ലേലൂയ. ഒരു വിധവയാണ് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ഒരുക്കിയത്. കാരണം ആ വിധവ പോകുന്നത് വലിയ പ്രതിസന്ധിയിൽ കൂടാ, വലിയ പ്രശ്നത്തിൽ കൂടാ. അത് കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ആ വിധവയുടെ ഭവനം അവന് വേണ്ടി ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സീറോനിൽ അവിടെ സ്ഥലത്തിന് പേരെന്തായിരുന്നു? സറാഫത്ത്. സറാഫത്തിൽ പ്രമുഖന്മാരാരും ഇല്ലാഞ്ഞിട്ടല്ല, ആണോ? കഴിവുള്ളവരാരും ഇല്ലാഞ്ഞിട്ടല്ല, യോഗ്യത ഉള്ളവരാരും ഇല്ലാഞ്ഞിട്ടല്ല. കഴുതയെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ. യോഗ്യതയുള്ളവർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഭക്തന് വേണ്ടി ദൈവം ഒരുക്കിയത് ഒരു വിധവയെ ഒരുക്കി. ദൈവത്തിലെ നിനക്ക് വേണ്ടി ചിലരെ ദൈവം ഒരുക്കും. നിന്റെ അവസ്ഥയ്ക്ക് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി ചിലരെ ദൈവം ഒരുക്കും. അത് നമ്മുടെ ഒന്നും ചിന്തയിലുള്ളതായിരിക്കത്തില്ല. അതിനൊക്കെ അപ്പുറമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. സാരഫത്തിൽ യോഗ്യന്മാരുണ്ടായിരുന്നു, കഴിവുള്ളവരുണ്ടായിരുന്നു, പ്രഗത്ഭന്മാരുണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഉള്ളവരുണ്ടായിരുന്നു. ആരെയും ദൈവം കണ്ടില്ല. ദൈവം കണ്ടത് ഒരു വിധവയെ കണ്ടു. തന്റെ ഭക്തനെ പോറ്റാൻ ഒരു വിധവയെ ദൈവം കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സരഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു.
അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇതുകൊണ്ട് ഞാൻ എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ദൈവം പ്രൊവിഷൻ ഒരുക്കുന്നുണ്ട്. ദൈവം ഒരുക്കുന്ന പ്രൊവിഷൻ സമ്പൽ സമൃദ്ധിയുടെ നടുവിലല്ല. ദൈവം ഒരുക്കുന്ന പ്രൊവിഷൻ തന്റെ ഭക്തന് വേണ്ടി പ്രതിസന്ധിയുടെ നടുവിലാണ്. ഹല്ലേലൂയ. ഈ വിധവയോട് പറഞ്ഞപ്പോൾ വിധവ എന്ത് ചെയ്തു? അത് ഞങ്ങൾ കഴിച്ചിട്ട് ജാകാൻ പോവാന്ന് പറഞ്ഞു പോയോ? അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം നീ ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ, നിന്റെ ഹൃദയത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം നീ കൊടുത്താൽ അതിന് എന്തുകൊണ്ട്? പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. 1 ഗ്ലാസ് വെള്ളം നീ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഇത് പ്രവാചകൻ ഒരു ദൈവദാസനാണെന്ന് മനസ്സിലായപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ മറുത്തൊന്ന് പറഞ്ഞത് എന്താണ്? ഇതേ ഉള്ള എൻ്റെ കയ്യിൽ, പക്ഷേ അത് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ദൈവമക്കളെ, നമ്മളിന്ന് യുകെയിലാണ്. എല്ലാ സമ്പത്തും സാഹചര്യങ്ങളും വാഹനവും വീടും കാറും ഒക്കെ സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുത്തതിൻ്റെ മറുപടിയാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. അവർ കൊടുത്തതിൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. വീട്ടിൽ ആഹാരമില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല, പക്ഷെ ഒരു അഭിഷക്തൻ വരുമ്പോൾ അവരുടെ കൈ നിറയെ കൊടുത്തു വിടും. ഹല്ലേലൂയ. അതിൻ്റെ ഫലമാണ് ഇന്നിവിടെ വന്ന് നാം അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രവാചക, ഇനി എൻ്റെ പക്കലൊന്നുമില്ല, അല്പം മാത്രമേ ഉള്ളൂ, 1 പിടി മാവും അല്പം എണ്ണയും. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മയിൽ നീ കൊടുക്കാൻ തയ്യാറായാൽ, ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതല്ല, നിന്റെ ഇല്ലായ്മയിൽ നിന്ന് നീ കൊടുക്കാൻ തയ്യാറായാൽ, നിന്റെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവിന് വേണ്ടി ചെയ്യാൻ തയ്യാറായാൽ, അത് ജോലി ആയിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ, നിന്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, നിന്റെ സമ്പത്തായിക്കൊള്ളട്ടെ, എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, കർത്താവിന് വേണ്ടി നീ ഹൃദയം തുറക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടുത്തി ദൈവം ആരെന്നവൻ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ആലോചന പറയുക. ഹല്ലേലൂയ. പ്രിയ സഹോദരി എന്ത് ചെയ്തു? അവന്റെ കയ്യിലുള്ളത് അവളാന്ന് അവരോട് പറഞ്ഞു, ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ പ്രവാചകൻ പറയണം എന്താണ്? എന്താ പറഞ്ഞത്? അതിന്റെ 13-ാം വാക്യം. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകന് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. നോക്കിക്കേ, ഏലിയാവ് അവളോട് ഭയപ്പെടണ്ട. ഹല്ലേലൂയ. കാരണം ഞാൻ പറയുന്നത് എൻ്റെ വായിൽ നിന്ന്, ജോൺ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉപ്പുവെള്ളവും നല്ല വെള്ളവും കൂടെ, മധുരവും കയ്പും കൂടെ ഒരു വായിൽ നിന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. എന്താ കോൺഫിഡൻസ് എന്ന് നോക്കിക്കേ, എന്താ കോൺഫിഡൻസ് എന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. എന്താ സന്തോഷം എന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ആദ്യം ദൈവനാമത്തിന് വേണ്ടി. ആമേൻ. ആദ്യം ദൈവനാമത്തിന് വേണ്ടി. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഞാനിത് പറയുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയും പണമല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ആരും പണം തരണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിങ്ങൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ വിശ്വാസത്താൽ തൻ്റെ നീതിമാൻ ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ തൻ്റെ നീതിമാൻ ജീവിക്കും.
ഹല്ലേലൂയ. കർത്താവിന് അറിയാം ഈ സഭയെ കൊണ്ടുപോകാൻ. പണത്തിന്റെ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുകയോ ചെയ്യരുത്, അതല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഭൗതിക വിഷയമല്ല ഇവിടെ പറയുന്നത്. നിന്റെ കയ്യിലുള്ളത് കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ ആത്മീയ നന്മ എന്തുകൊണ്ട് നിന്റെ കയ്യിൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, അതിന്റെ മഹത്വം നീ കാണും. മറന്നു പോകല്ലേ. ഹല്ലേലൂയ. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എള്ള കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പല സാക്ഷ്യങ്ങളൊക്കെ നാം ഇവിടെ കേട്ടു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഈ ദേശത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, സാധ്യതകളില്ലാത്ത സ്ഥാനത്ത് നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും ദൈവം തുറക്കുമ്പോൾ ആ ദൈവത്തെ മറന്നു പോകരുത്. ആ ദൈവത്തെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സാധ്യതയില്ലാത്ത സ്ഥാനത്ത്, നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മുടെ കഴിവോ ഗുണമോ കണ്ടിട്ടല്ല. നമ്മുടെ കഴിവ് കണ്ടിട്ടായിരുന്നെങ്കിൽ നമ്മളെ തൊടിച്ചെപ്പോഴേ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു, എപ്പോഴേ വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വിശ്വസ്തത മറന്നു പോകരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇനിയും മഴയില്ല ദേശത്ത്, അല്ലേ? മഴയില്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുഴുവൻ ആൾക്കാരും പ്രതിസന്ധിയില്ല, ഫലമൊന്നുമില്ല, ആഹാരം കിട്ടാനില്ല, വരൾച്ചയാണ്, വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതുണ്ടല്ലോ, നീ ഭക്തന് വേണ്ടി കൈ കൊടുത്തത്, നീ ദൈവസഭയ്ക്ക് വേണ്ടി കൈ കൊടുത്തത്, നീ ദൈവസഭയ്ക്ക് വേണ്ടി നിന്നത്, നീ കരം കൊടുത്തത്, നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. മഴ പെയ്യുന്നിടത്തോളം കാലം പലരും ക്ഷാമമായി നിൽക്കുമ്പോൾ, പലരും പട്ടിണി കിടക്കുമ്പോൾ, പലരും COS ഇല്ലാതിരിക്കുമ്പോൾ, പലരും രോഗസൗഖ്യമാകാതിരിക്കുമ്പോൾ, പലരും വിടുതലില്ലാതിരിക്കുമ്പോൾ, നിന്നെ പട്ടിണി കടത്തുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി. കാരണം നമ്മൾ കാണുന്നുണ്ട് നാട്ടിലൊക്കെ പെന്തക്കോസ്ത് ആരാധനയൊക്കെ പൂട്ടത്തക്ക രീതിയിൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ നടക്കുകയാണ്. ഇതും എന്നാ പൂട്ടുന്നെന്ന് അറിയത്തില്ല ഇവിടെ. മനസ്സിലായ? പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഒരു സഭ പൂട്ടാൻ എളുപ്പമാണ്, പൂട്ടിക്കെട്ടാൻ എളുപ്പമാണ്, പക്ഷെ സഭ വളരാൻ ഒത്തിരി പാടാണ്. മറന്നു പോകരുത്. സഭ പൂട്ടാൻ എളുപ്പമാ. ഹല്ലേലൂയ. അകത്ത് തന്നെ ജനം ചിത്രിക്കുക, പിന്നെ ഇങ്ങനെ ലോകശക്തി ഇളകാതിരിക്കും. ഒരു സഭ, എനിക്കറിയത്തില്ല ദൈവദാസനെ, പക്ഷേ ഏകദേശം 10,000-2000 പേര് കൂടി വരുന്ന ഒരു സഭയാണ് കേരളത്തിൽ. ഇന്ന് BJP-ക്കാർ മുഴുവൻ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലെ പല സാക്ഷ്യങ്ങൾ, ഞാൻ 2 ദിവസം ആയതുള്ള അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേട്ടത്, അനുഗ്രഹിയുടെ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. വെള്ളമടിച്ച് റോഡിൽ നടക്കുന്നതിനെയും കഞ്ചാവ് അടിച്ച് നടക്കുന്നതിനെയും ഒക്കെ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ. പക്ഷേ ആ ഓൾഡ് ഏജ് ഹോമിനകത്ത് എന്തൊക്കെയോ അരുതാത്തതൊക്കെ നടന്നു. അത് അദ്ദേഹം അറിഞ്ഞല്ല. പക്ഷേ ജനത്തിനെന്താ ഇപ്പോൾ ആവശ്യം? ആ ചർച്ച ഇവിടെ കാണരുത്, പൂട്ടണം. ഹല്ലേലൂയ. പക്ഷെ ഒരു കൂട്ടം സഭാജനം അവിടെ വന്ന് നിങ്ങൾ കണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ പുസ്തകം മാറത്ത് വെച്ച്, ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഇന്ത്യ ഗവൺമെന്റ് തരുന്ന ഹല്ലേലൂയ സ്തോത്രം സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ഞായറാഴ്ച പകൽക്കാലം ഒരു കൂട്ടം ജനം ചർച്ചിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാരണവശാലും ചർച്ച് പൂട്ടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ ചർച്ച് തുറന്ന് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം. പോലീസ് അധികാരികൾക്ക് ഇടുങ്ങി.
ഹല്ലേലൂയ. ആലയം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അനേക ആലയങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ആലയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം, ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കണം, ജീവനുള്ള ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം, ആ ദൈവത്തിന് ഞങ്ങൾക്ക് മഹത്വം കരയറ്റണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനം തെരുവിൽ നിൽക്കുകയാ. നമുക്കിങ്ങനെ ഒരു ആലയം തന്നതിനായി ദൈവത്തിന് സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഈ ആലയത്തെ ദൈവം പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് വരുന്നത് സത്യമാണെങ്കിൽ ദൈവം അത് പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, ആ ഭക്തൻ പറയുക, ക്ഷാമം ലോകത്ത് മൊത്തമുണ്ട്, പക്ഷെ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ഒരു ദോഷവും സംഭവിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം നീ ആലയത്തിന് ചുമല് കൊടുത്തു, നീ അഭിഷക്തന് ചുമല് കൊടുത്തു, നീ അഭിഷക്തനെ പരിപാലിച്ചു. നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് എനിക്ക് തരും. ഇതിനകത്തൊക്കെ പാസ്റ്റർമാരുടെ മക്കളൊക്കെ ഇരിപ്പുണ്ട്. ആ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതാ തലമുറയ്ക്ക് അനുഗ്രഹമാണ്. അതാ തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടം തലമുറ, ദൈവത്തെ സേവിച്ച ഒരു കുടുംബം, അവൾ ലജ്ജിച്ചു പോകുവാൻ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, സൂയിസൈഡിന്റെ ഹല്ലേലൂയ ആ വക്കത്ത് നിൽക്കുമ്പോൾ അവളെ ആത്മഹത്യ ഏൽപ്പിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. സ്തോത്രം. മനത്തായിട്ട് വായിച്ച 17 മുതൽ വായിച്ചാട്ടെ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് 16 മുതൽ വായിച്ച 16 മുതൽ. യഹോവ ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണണമെന്ന്? ആഗ്രഹമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രവൃത്തി ഒന്നുമില്ലാത്തിടത്ത് ശൂന്യമായി കിടക്കുന്നിടത്ത് മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ അതെനിക്ക് കാണണം. എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ ചെവി കൊണ്ട്, എൻ്റെ കൈ കൊണ്ട് അത് തൊട്ടറിയണമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ അത് കാണാൻ പോകുക ദൈവവൈതലേ, നീ അത് കാണാൻ പോകുക ദൈവവൈതലേ, ദൈവവൈതലേ, നീ അത് കാണാൻ പോകുക. ഹല്ലേലൂയ. ഇനി അതിന്റെ 17-ാം വാക്യം. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിന് എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നതെന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇത് വളരെ സത്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ? അവളുടെ ജീവിതത്തിൽ 3.5 വർഷക്കാലം അവളെ പോറ്റി. എന്താ പോറ്റിയത്? ഒറ്റ വാക്ക. നീ അപ്പവും എണ്ണയും കൂടെ കൊണ്ടുവന്നാ മതി, ഒരെണ്ണം എനിക്ക് തന്നാ മതി. ആ ഒറ്റ വാക്ക് അവളെ പോറ്റിയത് 3.5 വർഷം. 3.5 വർഷം അത് ക്ഷാമം എന്തെന്ന് അറിഞ്ഞില്ല, ഭാരം എന്തെന്ന് അറിഞ്ഞില്ല, പ്രതിസന്ധി എന്തെന്ന് അറിഞ്ഞില്ല, ഒറ്റപ്പെടൽ എന്തെന്ന് അറിഞ്ഞില്ല, നിരാശ എന്തെന്ന് അറിഞ്ഞില്ല. സുഖസുഭിക്ഷമായി പോയി.
പെട്ടെന്നൊരു വിഷയം വന്നു. എന്തു പറ്റി? സകലതും മറന്നു. നമ്മുടെ അവസ്ഥ ഇതാ. അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായി ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം നമ്മെ കാക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. നിസ്സാര വിഷയം വന്നാൽ മതി, ദൈവത്തോട് നമ്മൾ മറുതലിക്കും. അവസാനം നമ്മൾ എന്താ പറയാമെന്നറിയാമോ? ആ ദൈവദാസന്റെ ഹൃദയം തകർക്കുന്ന രീതി പറയും, നീ എന്നെ കൊല്ലാനാണോടാ? പിന്നെ മലയാളം ഭാഷ ഞാൻ പറയുന്നില്ല. കൊല്ലാനാണോടാ നീ എൻ്റെ ഭവനത്തിൽ വന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയല്ലേ? 3.5 വർഷക്കാലം നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, ആശ്വാസങ്ങൾ, ബ്ലെസ്സിങ്ങുകൾ, സന്തോഷങ്ങൾ, സമാധാനങ്ങൾ ലോകം അനുഭവിക്കാത്തത് നീ ഞാനും അനുഭവിച്ചു. ഹല്ലേലൂയ. ഒറ്റ നിമിഷം സകലതും തീർന്നു. ദൈവത്തോട് പറയുക, ഹല്ലേലൂയ, നീ ഇതിനാണോ എൻ്റെ ഭവനത്തിൽ വന്നത്? ഹല്ലേലൂയ. ആ ഭക്തൻ എന്തേലും പറഞ്ഞോ? എന്തേലും പുള്ളി പറഞ്ഞോ? ഹല്ലേലൂയ. അവൻ അവളോട് നിന്റെ മകനെ ഈ തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്ന് എടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിലിന്മേൽ കിടത്തി. ദൈവവേദിയിലെ പ്രതിസന്ധികൾ നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വിഷയത്തെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ മുറിക്കകത്തേക്ക് പോകണം. ആ പ്രതിസന്ധി എടുത്തുകൊണ്ട് നിന്റെ മുറിക്കകത്തേക്ക് പോകണം. ആ മുറിക്കകത്ത് ദാനിയേൽ മുട്ടുമടക്കിയതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഈ 3.5 വർഷക്കാലം ഈ സഹോദരിക്ക് സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന് വാക്കുകൾ മാറി, സാധ്യതകൾ മാറി. ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ മുന്നിൽ ഞാനൊരു നിന്നാപാത്രമായി തീരാൻ പോകുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ മുഖം അന്വേഷിക്കുകയാണ്. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യയോട് പോലും പറയണ്ട, ഭർത്താവിനോടും പറയണ്ട, മുറിയിലേക്ക് കടന്നിട്ട് കഥ കടച്ച് മുട്ടുമടക്കി ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രതിസന്ധിയിൽ, ഈ പ്രശ്നത്തിൽ, ഈ കണ്ണുനീരിൽ എന്നെ വിടുവിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ എന്റെ അതരത്തിൽ സത്യം തന്ന ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിന് മഹത്വം കൊടുത്താൽ, അന്യഭാഷയിൽ ജനം ദൈവത്തെ ആരാധിക്കട്ടെ, അന്യഭാഷയിൽ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇരുട്ടിന്റെ കോട്ടകൾ ഉടയട്ടെ, അഭിചാര ശക്തികൾ തകരട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ ഉടയട്ടെ, ചില പാത്രങ്ങൾ നിറയട്ടെ, ചില പാത്രങ്ങൾ നിറയട്ടെ, ചില പാത്രങ്ങൾ നിറയട്ടെ, ചില പാത്രങ്ങൾ നിറയട്ടെ, ചില പാത്രങ്ങൾ ഇന്ന് പകൽക്കാലം നിറയട്ടെ. ആത്മീകമായ ചില നിറവിന്റെ അനുഭവം. ഹല്ലേലൂയ. വിഷയത്തെ അവൻ കരങ്ങളിൽ എടുത്തു. ജീവനില്ലാത്തതിനെ തന്റെ കരങ്ങളിൽ എടുത്തു. ജീവനില്ലാത്തതിനെ തന്റെ കരങ്ങളിലെടുത്ത് തന്റെ മുറിയിലെത്തി. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? കുട്ടിയുടെ മേൽ 21. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണ് കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. നോക്കിക്കേ, അഭിഷക്തനായ ദൈവദാസൻ പക്ഷെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു. കാരണം വിഷയം എത്രത്തോളം വലുതാണോ അത്രത്തോളം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വിഷയം എത്രത്തോളം വലുതാണോ അത്രത്തോളം പ്രാർത്ഥിക്കണം. 1 പ്രാർത്ഥിച്ചു മടുത്തു പോയില്ല, 2 പ്രാർത്ഥിച്ചു മടുത്തു പോയില്ല, 3 പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. കാരണം ഈ ഭക്തൻ അറിയാം, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് വേണ്ടി കരുത്തൊരുക്കിയ ദൈവം, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് വേണ്ടി വിധവയൊരുക്കിയ ദൈവം,
ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് വേണ്ടി സാധ്യതകളെ തുറന്ന ദൈവം, എനിക്ക് വേണ്ടി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവന്റെ അഭിഷേകം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തിയ ദൈവം ഇന്ന് ജീവിക്കുന്നു. ഒറ്റ പ്രാർത്ഥന കൊണ്ട് പതറിപ്പോയില്ല, 2 പ്രാർത്ഥന കൊണ്ട് പതറിപ്പോയില്ല, 3ാമതും പ്രാർത്ഥിച്ചു. ഏത് വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നേ? ജീവനില്ലാത്ത അവസ്ഥയെ നോക്കിയാ പ്രാർത്ഥിക്കുന്നേ. ആമേൻ. എന്നിട്ട് പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്ന്, എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ദൈവവേദലേ, നീ ഒരു ദൈവവേദലാണെങ്കിൽ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, മരിച്ചുപോയ വിഷയങ്ങൾ, സാധ്യതയില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇതിനകത്ത് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ അതരത്തിൽ നിന്ന് വരുന്ന വാക്ക്, നിന്റെ അതരത്തിൽ നിന്ന് വാക്ക്, അത് സൗരഭ്യമായി, അത് വിടുതലായി, അത് അനുഗ്രഹമായി ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന ഇടപെടുകയാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദേശം മുഴുവൻ നോക്കി നിൽക്കുക അല്ലേ? സഹോദരി നോക്കി, എന്താ സംഭവിക്കുന്നത്? ഈ ജീവനില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. പക്ഷെ പ്രവാചകൻ മടുത്തു പോയില്ല. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഹല്ലേലൂയ. എന്താട്ട് വായിച്ചവനെ? ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. 24-ാം വാക്യം വായിച്ചങ്ങ് വിടരുത്. ഇവൻ പറയാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. ഈ സഹോദരി പറയാൻ കാരണമുണ്ട്. ദൈവത്തിൽ നമ്മെപ്പറ്റി ജനം പറയണം, നമ്മളെപ്പറ്റി സഹോദരിമാർ പറയണം, നമ്മളെപ്പറ്റി സഹോദരന്മാർ പറയണം, നമ്മളെപ്പറ്റി ദേശം പറയണം, നമ്മളെപ്പറ്റി ദേശത്തെ പ്രൈം മിനിസ്റ്റർ പറയണം. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ഈ ദേശത്തെ മിനിസ്റ്റേഴ്സ് പറയണം, നമ്മുടെ തലമുറയെ നോക്കി പറയണം, ഇങ്ങനെ ഒരു കൂട്ടം ഈ ദേശത്ത് വന്നത്, ഒരു പെന്തക്കോസ്തിന്റെ അനുഭവമുള്ള ഒരു കൂട്ടം ഈ ദേശത്ത് വന്നത് ഈ ദേശത്തിന് അനുഗ്രഹമായിരുന്നു എന്ന് പറയാനിടയായി തീരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം?